അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി പുളിഞ്ചി ട്രൈ ചെയ്യാം. എൻ്റെ ഫ്രണ്ട് സലാമയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളകൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പഴയ ഉരുളിയും സെറ്റാക്കി വെക്കാം. നോൺ സ്റ്റിക്ക് മാക്സിമം ഒഴിവാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വേപ്പില ഇടുക. അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് തന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ സവാള, തക്കാളി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ചേർത്ത് ഇളക്കുക. എല്ലാ ഭാഗവും ചേർന്നു എന്ന് ഉറപ്പാകുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സുർക്കയാണ്, വിനാഗിരി. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചേർന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്യണം. അത് നന്നായി ചതച്ച് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. കുറച്ച് നേരം മൂടി വയ്ക്കുക. നിർബന്ധമില്ല, വേണേൽ മൂടി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കടുകും ഉലുവയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുക്കുക. ഇത് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ പുളിഞ്ചി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പാലക്കാടൻ സ്പെഷ്യൽ പുളിയിഞ്ചി.